അസ്സലാമു എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്നത്തെ സ്പെഷ്യൽ പനീർ ദോശയാണ്. 100% വെജിറ്റേറിയൻ, ഒരു സൈഡ് എഫക്റ്റും തരാത്ത ഭക്ഷണം. ഡയബറ്റിക്കുകാർക്കും ഷുഗർ കുറക്കാൻ സഹായിക്കും. പാചകത്തിൻ്റെ തുടക്കത്തിൽ കുറച്ച് ശ്രദ്ധ എടുക്കണം എന്നതൊഴിച്ചാൽ ബാക്കിയെല്ലാം എളുപ്പമാണ്. ഞാൻ വീട്ടിലെ അൽമറായുടെ പാലിൽ നിന്നുണ്ടാക്കിയ പനീറാണ് എടുത്തിട്ടുള്ളത്. 1 ലിറ്റർ പാലിൽ നിന്ന് 118 ഗ്രാം പനീർ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന പനീർ ഉപയോഗിക്കാം. നാട്ടിൽ മിൽക്കി മിസ്റ്റ്, അമുൽ എന്നിങ്ങനെ ഒരുപാട് ബ്രാൻഡുണ്ട്. കുറഞ്ഞ വിലയെ നാട്ടിലുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഈ പനീർ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ വീട്ടിലുണ്ടാക്കിയ പനീറാണ് എടുത്തിട്ടുള്ളത്. അത് ഒന്ന് ചെറുതാക്കി മുറിച്ച് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് അരഞ്ഞ് കിട്ടാനൊക്കെ നല്ലത് ഒന്ന് ചെറുതാക്കി മുറിച്ച് കൊടുക്കുകയാണ്. ഈ കടയിൽ നിന്ന് വാങ്ങുമ്പം കിട്ടുന്ന ഒരു ക്യൂബിൻ്റെ വലിപ്പം മതി കേട്ടോ. അപ്പോൾ ഇത് ഞാനൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കുറഞ്ഞ അളവിലുള്ള വെള്ളവും ചേർത്ത് കൊടുക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വെള്ളം കൂടിപ്പോകരുത് എന്നതാണ്. അപ്പോൾ ആദ്യം ലേശം ഒഴിച്ചിട്ട് വേണമെങ്കിൽ പിന്നീട് അല്പം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മിക്സിയുടെ ലൈഫിന് വേണ്ടിയിട്ട് ആദ്യം ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം പിന്നെ അരച്ചെടുക്കാം. ഞാൻ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടുള്ളൂ, കണ്ടില്ലേ? ഒന്ന് പൊടിച്ച് കഴിഞ്ഞു, ഇനി അരച്ചെടുക്കുകയാണ്. ഞാനൊരു 5-6 ടേബിൾ സ്പൂൺ കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, നന്നായിട്ട് അരഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നാലും നല്ല കട്ടിക്കാണ് ഞാൻ അരച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിതൊരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റാൻ, കണ്ടില്ലേ? നമ്മുടെ ഇഡ്ഡലി ബാറ്ററിനേക്കാളും കട്ടിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ വെള്ളം കൂടരുത് എന്ന് കരുതിയിട്ടാണ് കൂടുതൽ ചേർക്കാതിരുന്നത്. ഇങ്ങനെ ആവുമ്പം ഇങ്ങനെ ജാറിൽ നിന്ന് തുടച്ചെടുക്കാനൊക്കെ കുറച്ച് പണിയുണ്ട് കേട്ടോ. ഇനി ഞാനിതിലേക്ക് ഒരു 4-5 ടേബിൾ സ്പൂൺ കൂടി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇപ്പോഴാണ് മാവിൻ്റെ പാകം ആയത്, കണ്ടില്ലേ? ഈ ഒരു പാകത്തിന് മാവ് മതി. വെള്ളം കൂടി പോവുകയും ചെയ്യരുത്, കുറഞ്ഞു പോവുകയും ചെയ്യരുത്. അപ്പോൾ ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ട് എണ്ണ തടവി കൊടുക്കുകയാണ്. ഇരുമ്പിൻ്റെ പാൻ എടുക്കരുത്, അതിനകത്ത് നന്നായിട്ട് ഒട്ടിപ്പിടിക്കും. ഞാൻ മുമ്പ് ചെയ്തപ്പം ഇരുമ്പിൻ്റെ പാനിനകത്ത് ഒട്ടിപ്പിടിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഒരു തവി മാവ് എടുത്തിട്ട് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചു കൊടുത്ത വഴിയാലെ തന്നെ അത് അടച്ചു വെക്കണം, കാരണം നന്നായിട്ട് പൊട്ടിത്തെറിക്കും. അപ്പോൾ അത് നമ്മുടെ കൗണ്ടർ ടോപ്പിലും അടുപ്പിലും ഒക്കെ ആകെ വൃത്തികേടാകും. അതില്ലാണ്ടിരിക്കാനാണ് പെട്ടെന്ന് തന്നെ അടച്ചു കൊടുക്കുന്നത്. ആ പൊട്ടിപ്പൊരിയിലൊന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് തുറന്നു കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ നടുഭാഗത്ത് നല്ല കട്ടിയിലിരിക്കുന്നത്. അപ്പോൾ പാൻ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ നടുഭാഗവും ഇതേപോലെ ബബിൾസൊക്കെ വന്ന് വേവാകാൻ വേണ്ടിയിട്ട് തീ തട്ടുന്ന നിലക്കൊന്ന് നീക്കി വെച്ച് കൊടുക്കാം. പിന്നെ അങ്ങനെ വെയിറ്റ് ചെയ്താൽ ഗോൾഡൻ ബ്രൗൺ നിറമായിട്ട് ഇങ്ങനെ വരും. അങ്ങനെ ഗോൾഡൻ നിറ ആയി വരാത്ത ഭാഗത്തേക്ക് ഞാനിങ്ങനെ തീ കിട്ടാൻ വേണ്ടിയിട്ട് പാന് നീക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പ്രോസസ്സാണ് പിന്നെ ഈ ദോശ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യം. എല്ലായിടത്തും ഒരേപോലെ വേവായി വന്നാലാണ് നമുക്ക് ചട്ടിയിൽ നിന്ന് എടുക്കുമ്പം മുറിയാതെ കിട്ടുള്ളൂ. അപ്പം ഞാനിതവിടെ പാകത്തിന് വേവായി കഴിഞ്ഞപ്പം ചട്ടിയിൽ നിന്ന് എടുക്കുകയാണ് കേട്ടോ. ഇതിങ്ങനെ നിവർത്തിക്കൊണ്ട് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ ഇതേപോലെ നടുമടക്കിക്കൊണ്ടും മാറ്റാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. മാവ് ഒഴിച്ച പാടെ തന്നെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിലും എല്ലായിടത്തും ഒരേപോലെ പരന്ന് കിട്ടും. അപ്പോൾ ചില ഭാഗത്ത് നമ്മൾ ഇത് പാൻ ഇങ്ങനെ ചിലപ്പം ഷേക്ക് ചെയ്യാതിരുന്നാൽ ചില ഭാഗത്ത് കട്ടിയിലും മാവാകും, ചിലയിടത്ത് കട്ടിയില്ലാണ്ടും മാവാകും. അപ്പോൾ നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത് എല്ലായിടത്തും ഒരേപോലെ മുരിഞ്ഞ് വരാൻ കുറച്ച് പ്രയാസം ഉണ്ടാകും. അപ്പോൾ ഒരു 5 മിനിറ്റ് വരെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിക്കാൻ. അപ്പോൾ എല്ലാ ഭാഗത്തും ഒരേപോലെ വേവായി വരും. ഞാനെടുത്ത പനീറിൽ നിന്ന് 4 ദോശയാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ 2 പേര് കൂടിയാണ് ഈ 2 എണ്ണം വീതം കഴിച്ചത്. അപ്പോൾ ഉച്ചയ്ക്ക് നോണൊക്കെ കഴിച്ചവരാണെങ്കിൽ പ്രോട്ടീന് കൂടി പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ വെജിറ്റേറിയനായ ആൾക്കാർക്ക് പിന്നെ പ്രോട്ടീന് കിട്ടാൻ പാലുൽപ്പന്നങ്ങളല്ലേ ആശ്രയിക്കാനുള്ളൂ. അപ്പോൾ അവർക്ക് വേണ്ട അളവിലുള്ളത് എടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ മടക്കി വെച്ചതുകൊണ്ട് തന്നെ നല്ല നെയ് റോസ്റ്റ് പോലെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഞാനിതിലേക്ക് തക്കാളി ചട്നിയാണ് എടുത്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ചമ്മന്തിയും എടുക്കാം. പിന്നെ സാമ്പാറൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർ അതെടുക്കാം. പിന്നെ മീൻ കറിയൊക്കെ കഴിക്കാൻ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ എന്താണോ നമ്മുടെ വീട്ടിൽ മറ്റുള്ളവർക്ക് ഉണ്ടാക്കിയ കറിയുള്ളത് അതൊക്കെ കൂട്ടി കഴിക്കാം. ഒരു ദോശയിൽ നിന്ന് 5.8 ഗ്രാം ഫാറ്റും 5.4 ഗ്രാം പ്രോട്ടീനും കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിത് ഈ ചട്നിയിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് കഴിച്ച് നോക്കുകയാണ്.
ഇത് ദോശ പെട്ടെന്ന് മുറിഞ്ഞു പോകുന്നൊന്നുമില്ല. അത്യാവശ്യം നല്ല ബലം കൊടുത്തുകൊണ്ട് തന്നെ കീറിയെടുക്കണം. നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയ ദോശയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ബലത്തിൽ കീറിയെടുക്കാൻ പറ്റുന്നത് ഈ ദോശയാണ്. ഇതങ്ങനെ പെട്ടെന്ന് മുറിഞ്ഞു പോകുകയും പൊടിഞ്ഞു പോകുകയും ഒന്നുമില്ല. പിന്നെ നമ്മൾ മടക്കിയെടുത്തത് കുറച്ച് ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യം കഴിച്ചത് നമ്മൾ ഫസ്റ്റ് ചുട്ടതാണ്. അത് പിന്നെ ദോശ താഴെ പോയിട്ട് ഒന്ന് സോഫ്റ്റായി കിട്ടിയിരുന്നു. അപ്പോൾ സോഫ്റ്റായിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ നിവർത്തിക്കൊണ്ട് തന്നെ അട്ടിക്കിട്ടാൽ മതി. അപ്പോൾ പിന്നെ ഇതുണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം. മാവ് നല്ല കൺസിസ്റ്റൻസിയിലായിരിക്കാൻ നോക്കുക. പിന്നെ പാനിലേക്ക് ഒഴിച്ചു കൊടുത്താൽ ഇങ്ങനെ പതുക്കെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ പാനിലേക്ക് ഒഴിച്ച പാടെ ഒന്ന് മൂടി വെച്ച് കൊടുക്കുകയും ചെയ്യാം. പിന്നെ ആ ഒരു ബബിൾസൊക്കെ തുള്ളൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ തുറന്ന് വെക്കാം. പിന്നെ എല്ലായിടത്തും ഒരേപോലെ വേവായി വരാൻ വേണ്ടിയിട്ട് പാൻ ഇങ്ങനെ തീ തട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെരിച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ക്രിസ്പി ആവണമെന്നുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ മടക്കി വെച്ചാൽ മതി. സോഫ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ നിവർത്തിക്കൊണ്ട് അട്ടിക്ക് ഇടാം. പിന്നെ മാവ് തയ്യാറാക്കുമ്പം ചെറിയൊരു മിക്സി ജാറാണ് സൗകര്യം കേട്ടോ. അതാണ് കുറച്ചും കൂടി തുടച്ചെടുക്കാനൊക്കെ നന്നാവുക. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഒരു ചോപ്പർ ഉപയോഗിച്ച് കൊണ്ടും അരച്ചെടുത്താലും മതി. പനീറല്ലേ, അതങ്ങനെ വലിയൊരു ഹാർഡായിട്ട് അരഞ്ഞ് കിട്ടേണ്ട കാര്യമൊന്നുമല്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്, പെട്ടെന്ന് അരഞ്ഞ് കിട്ടും. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ മാവ് എടുക്കാനൊക്കെ നമുക്ക് കുറച്ചുകൂടി നല്ല സൗകര്യമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.